പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ഷെറിൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട രൂപതയിൽ കുമ്പിടി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ അയർലൻഡിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി ഞാനിന്നിവിടെ നിൽക്കുന്നത്. വെക്കേഷന് വന്നതാണ്. അപ്പോൾ ഈ സാക്ഷ്യം പറയാതെ പോയി കഴിഞ്ഞാൽ അത് ഒരു നന്ദികേടാണെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാണ്. ഞാനിവിടെ രണ്ടാമത്തെ സാക്ഷിയാണ് പറയുന്നത്. ആദ്യം പോകുന്നതിൻ്റെ തലേദിവസം സെപ്റ്റംബർ 21 ഞാനിവിടെ വന്ന് OET പാസ്സായതും എൻ്റെ അയർലൻഡ് പ്രോസസ്സിങ്ങും എല്ലാം സാക്ഷ്യപ്പെടുത്തിയതാണ്. OET ഞാനിവിടെ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് 2023 ഞാൻ ഉടമ്പടി എടുത്തത്. 23 ഒക്ടോബറിൽ കറക്റ്റ് 3 മാസം തികയുന്ന 90ാമത്തെ ദിവസം ജനുവരിയിൽ OET ഞാൻ പാസ്സായി. സെക്കൻഡ് അറ്റംപ്റ്റിൽ. ഞാനൊരു GNM നഴ്സാണ്. തൃശ്ശൂർ ജില്ല വിട്ട് ഞാൻ പുറത്തു പോയിട്ടില്ല. മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. ഇംഗ്ലീഷ് അത്രയ്ക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഉടമ്പടിയുടെ ഒരു എഫക്റ്റിലാണ്, ഈശോ തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ OET പാസ്സായത്. പിന്നെ കുറച്ച് ഡിലേ വന്നു, കുറച്ച് നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു. പാസ്സായിട്ട് പോകാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ സെപ്റ്റംബർ 22 എല്ലാത്തിനും മറുപടിയായിട്ട് എന്നെ പരിശുദ്ധമ്മ അയർലൻഡിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ ചെന്നാലും ഒരു വലിയ ടാസ്ക്കാണ് അവിടുത്തെ RCSI ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് നഴ്സസിനുള്ള കോമ്പിറ്റൻസി ടെസ്റ്റാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ GNM നഴ്സാണ്. 8 വർഷം ഞാൻ ഈ കേരളത്തിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അവിടെ ചെന്ന് നമ്മൾ ഈ എക്സാം ക്ലിയർ ചെയ്താലേ നമുക്ക് ഹോസ്പിറ്റലിലായാലും എവിടെയായാലും നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്തിരിക്കുക, പഠിക്കുക. എക്സാം 2 അറ്റംപ്റ്റ് ഉണ്ട്. ആ അറ്റംപ്റ്റിൽ നമ്മൾ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോരാ. അതാണ് അവസ്ഥ. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ അപ്പിയർ ചെയ്തു. 14 സ്റ്റേഷനുള്ളിൽ 7 സ്റ്റേഷനെ ഞാൻ പാസ്സായുള്ളൂ. ബാക്കി 7 ടെൻഷനാണ്. കാരണം ഫൈനൽ അറ്റംപ്റ്റാണ്. അതിൽ ഒരു സ്റ്റേഷൻ പോയി എല്ലാം ക്ലിയർ ചെയ്യണം. അത് 10 മിനിറ്റാണ് ഒരു സ്റ്റേഷന് നമുക്ക് ടൈം കിട്ടുക. 30 ടാസ്ക് അവർ തരും. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അത് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനാണ്. ആ എക്സാം എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. പക്ഷെ എന്നെ ഈശോ പാസ്സാക്കി. കാരണം എക്സാമിൻ്റെ തലേദിവസം ഞാനൊരു ട്രെയിനിങ്ങിന് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സെല്ലാം പറഞ്ഞു, ഇനി നിനക്കൊരു വഴിയുള്ളൂ, നീ പ്രാർത്ഥിച്ചോ, അല്ലാതെ ഒരു വഴി നിനക്ക് മുന്നിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും പേടിയായി. ഇത് ഒന്നാമത്തെ ടെൻഷനാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ പാസ്സാവാതെ നാട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിരുന്നു. കാരണം അത്രയും നാണം കെട്ട് ഞാനിവിടുന്ന് പോയത്. പക്ഷേ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ എക്സാം പാസ്സാക്കി. ഞാനിപ്പോൾ രജിസ്റ്റേർഡ് നഴ്സായിട്ട് 6 മന്ത് പ്രൊബേഷനും കഴിഞ്ഞ് ഞാൻ വെക്കേഷന് വന്നതാണ്. ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് തന്നത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ഈ എക്സാം പാസ്സായി. ഞങ്ങളന്ന് ആദ്യമായിട്ട് പുറത്തിറങ്ങി. അന്ന് വലിയ മഴവില്ല്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് മഴവില്ല് കാണുന്നത്. അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് താമസിക്കാൻ കിട്ടുന്ന വീടിൻ്റെ അടുത്ത് പള്ളി ഉണ്ടാവണമെന്ന്. എനിക്കിപ്പോൾ ഒരു പള്ളിയല്ല, 2 പള്ളിയുണ്ട്. വീടിൻ്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്തിൽ നടന്നു പോകാവുന്ന രീതിയിൽ ലെഫ്റ്റിലേക്ക് പോയാലും പള്ളിയാണ്, റൈറ്റിലേക്ക് പോയാലും പള്ളിയാണ്. ഡ്യൂട്ടിക്ക് എനിക്ക് നൈറ്റാണ് ഷിഫ്റ്റ്. നൈറ്റാവുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോവാം. എല്ലാ സൺഡേയും മലയാളം മാസ് ഉച്ചയ്ക്ക്. അപ്പോൾ അത്രയും സൗകര്യമായ ഒരു സ്ഥലത്ത് എനിക്ക് താമസവും ഒരുക്കി തന്നു. നല്ലൊരു സ്ഥാപനത്തിൽ സിൽവർ ഗ്രേ കളർ പെയിൻ്റ് അടിച്ച സിൽവർ സ്ട്രീം എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതും പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ തന്നെയാണ്. ഞാനത് ഇതിൽ എഴുതാൻ വിട്ടുപോയതാണ്. സിൽവർ സ്ട്രീം എന്ന സിൽവർ ഗ്രേ കളർ പെയിൻ്റ് അടിച്ച ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഒരു മലയുടെ ചുവട്ടിലത്. അവിടെ എന്നും നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടായാലും എന്ത് വിഷമം ഉണ്ടായാലും എപ്പോഴും നമുക്ക് മഴവില്ലായിട്ട് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കും. പിന്നെ എൻ്റെ വീട്ടിലായാലും മുല്ലപ്പൂവിൻ്റെ മണം എൻ്റെ അമ്മയ്ക്കായാലും കൊച്ചിനായാലും
അവർക്കെല്ലാം അനുഭവിക്കാവുന്ന രീതിയിൽ മുല്ലപ്പൂവിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ സാധിച്ചു. പിന്നെ ജോലിക്ക് 50 റെസിഡൻസ് ഉണ്ട് ഞങ്ങൾക്കൊരു ഫ്ലോറിൽ. 2 നഴ്സുമാരേ ഉള്ളൂ. കെയറർമാരാണ് നമുക്ക് താഴെ നിൽക്കുന്ന 8 പേര്. അത് അവിടുത്തെ നാട്ടുകാരാണ്. അവരെ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് നടക്കണം. അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. കാരണം നമ്മൾ ആ നാട്ടിൽ ചെന്ന് നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ ചെന്ന് അവർക്ക് ഇഷ്ടാവില്ല. പക്ഷേ എന്തിനായാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ എൻ്റെ ഷിഫ്റ്റ്, ഞങ്ങൾ 2 പേരുള്ള ഷിഫ്റ്റ് കവർ ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ നീ അത് ചെയ്തില്ലല്ലോ, നീ അത് ചെയ്യാൻ വിട്ടുപോയി, അതും കൂടെ കൊണ്ടുപോവുക, അതും കൂടെ ചെയ്യേ എന്ന് പറഞ്ഞ് കൂടെ ഒരാൾ നടന്ന് പറഞ്ഞു തന്ന് ഓരോ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ആരോട് ഞാൻ റിയാക്ട് ചെയ്യാനൊന്നും പോവാറില്ല. കാരണം നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ല. പിന്നെ വെറുതെ നമ്മൾ വായിട്ടലച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ തമ്പുരാന് വിട്ടുകൊടുക്കും. കാരണം അവർക്ക് അറിയില്ല, അവർക്ക് ഇങ്ങനെ ഉടമ്പടി എടുത്തൊന്നും ശീലമില്ല, അറിയില്ല. അപ്പം അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചെയ്യണതല്ലേ ദൈവമേ എന്ന് കരുതി വിട്ടുകൊടുക്കും. അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. ദൈവം കൂടെയുണ്ട്. ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, എനിക്ക് കിട്ടുന്ന സാലറിയുടെ 10% ഞാൻ എല്ലാ മാസവും മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അറിയാവുന്നവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല. ഞാൻ ആർക്കായാലും, ഞാൻ അറിയുന്ന ആൾക്കാർക്കായാലും അറിയാത്ത ആൾക്കാർക്കായാലും കൊടുത്ത് ആ പൈസയായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടായാലും എൻ്റെ കയ്യിൽ ഞാൻ വെക്കില്ല. എൻ്റെ കയ്യിൽ അതിരിക്കുമ്പോൾ എനിക്കത് ഒരു വേദനയാണ്. കാരണം ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറയണത് എനിക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം. പിന്നെ ഞാൻ അധികം പ്രാർത്ഥിക്കുന്ന ആളൊന്നായിരുന്നില്ല. ഇപ്പോൾ ഒരു കൊന്ത പോലും ചെല്ലാത്തൊരു ദിവസം എനിക്കില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാതാവിൻ്റെ മുന്നിൽ, ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരം കിട്ടും എന്നുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടി ഉടമ്പടിയിലൂടെ. എക്സാമിന് പോയപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിവിടെ നിന്ന് പത്രം കൊണ്ടുപോയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നുള്ളൂ 21 ഞാൻ പോണേൻ്റെ തലേ ദിവസം ഇവിടെ വന്ന് പ്രവാസി ഉടമ്പടിയായിട്ട് കൺവേർട്ട് ചെയ്ത് പത്രം കൊണ്ടാണ് ഞാൻ പോയായിരുന്നു. ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തിട്ട് അത് പുതുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 10-16 ആൾ ഒരുമിച്ചാണ് പോയത്. അപ്പോൾ ആദ്യത്തെ അറ്റംപ്റ്റിൽ 1-2 ആളെ എക്സാം പാസ്സായുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഫൈനൽ അറ്റംപ്റ്റാണ്. എല്ലാവർക്കും ടെൻഷനാണ്. അപ്പോൾ ആ എക്സാമിന് ഞാൻ ഈ പത്രവും കൊണ്ടുപോയി. അവിടെ എനിക്ക് കാണാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എനിക്ക് പത്രം കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ എല്ലാ പത്രങ്ങളും ഞാൻ കൊടുത്തു. എല്ലാവർക്കും വിശ്വാസമായി. പിന്നെ എൻ്റെ ലൈഫിൽ ഇത്രയും കാര്യങ്ങൾ ഈശോ നടത്തി തന്നതിൽ ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസം വന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ഈശോയാണ് നമുക്കുള്ളത് എന്നുള്ളൊരു ബോധ്യം മറ്റു പലർക്കും വരാനായിട്ട് എന്നെക്കൊണ്ട് ഈശോ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപ്പും കൊണ്ടുപോയായിരുന്നു എക്സാമിന് പോയപ്പോൾ. ഒന്നും നമുക്കുടേതായ ഒരു പ്രോഡക്ട്സും നമുക്ക് അവിടേക്ക് എൻട്രി ആക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ഉപ്പ് പോക്കറ്റിലിട്ടിട്ട് പോയി. പക്ഷെ ഓരോ സ്റ്റേഷൻ്റെ മുന്നിൽ നമ്മൾ എക്സാമിന് അപ്പിയർ ചെയ്യുന്ന ഓരോ സ്റ്റേഷൻ്റെ മുന്നിൽ നമുക്ക് റീഡ് ചെയ്യാനായിട്ട് ഒരു 3 മിനിറ്റ് ടൈം തരും. അപ്പോൾ ഉപ്പൊരു തരി എടുക്കും. കയറി ചെല്ലുമ്പോൾ തന്നെ ആ എക്സാം ഹാളിൽ ആ സ്റ്റേഷനിൽ ഞാനതിടും. അതിട്ടിട്ട് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു. തൈലം ഞാൻ എൻ്റെ നെറ്റിയിലും പിന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും നെറ്റിയിലും തൈലം പുരട്ടിയിട്ടാണ് എക്സാമിന് ഞങ്ങൾ കയറിയത്. എല്ലാവരും ഞങ്ങൾ 16 ആൾ പോയതിൽ എല്ലാവരും സെക്കൻഡ് അറ്റംപ്റ്റിൽ ഒരാൾ ഫെയിലായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷം ഉണ്ടാവില്ല. ഒരാൾ തോറ്റുപോയി കഴിഞ്ഞാൽ അതെന്നും സങ്കടം തന്നെയാണ്. പക്ഷെ എല്ലാവരും ഞങ്ങൾ പാസ്സായി. ഒരാൾക്ക് പോലും തോറ്റ് തിരിച്ചു വരേണ്ട അവസ്ഥ വന്നില്ല. 13 സ്റ്റേഷൻ വരെ ഫെയിലായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളടക്കം പാസ്സായി സെക്കൻഡ് അറ്റംപ്റ്റിൽ. അത് എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. അത്രയും കാര്യങ്ങൾ ഈശോയും മാതാവും
നടത്തി തന്നു. ഇതെല്ലാം ഉടമ്പടിയുടെ എഫക്റ്റ്. അല്ലാതെ എല്ലാം നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ പോയി ആ ഒരു എക്സാം ഫേസ് ചെയ്യുമ്പോഴാണ് അത് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവില്ല. കാരണം 10 മിനിറ്റിൽ നമ്മളിത് മൊത്തം കവർ ചെയ്തെടുക്കണം. അതിൽ ഒരു ടാസ്ക് പോലും വിട്ട് കളയാനില്ല. എല്ലാത്തിലും നമ്മൾ അപ്പിയർ ചെയ്തിട്ടുണ്ടാവണം. അതൊരു വലിയൊരു എക്സാം തന്നെയാണ്. ആലോചിക്കാൻ വയ്യ ഇനി അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തു തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി. ഷെറിൻ എന്ന ഈ മകളുടെ ഒരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ് നാം ഇപ്പോൾ ഈ അൾത്താരയിൽ പങ്കുവച്ച സമയം നാം കേട്ടത്. ശക്തമായും വളരെ ദൈവസ്നേഹം നിറഞ്ഞുകൊണ്ട് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിലൂടെ മാത്രമാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈ മകൾക്ക് വളരെ പെട്ടെന്ന് അവിടെ അയർലൻഡിൽ ചെന്നതിന് ശേഷം മകൾ ഇവിടെ വന്ന് 6 മാസത്തിന് മുൻപ് സാക്ഷ്യം പറഞ്ഞു പോയതാണ്. അയർലൻഡ് വിസ കിട്ടിയതിന് ശേഷം സാക്ഷ്യം പറഞ്ഞതിന് ശേഷമാണ് ആളുടെ പ്രൊബേഷൻ പീരീഡ് അവസാനിച്ചപ്പോൾ ഉടനെ കിട്ടിയ അല്പസമയത്തിനുള്ളിൽ ഓടി വന്ന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും തന്നെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഇവിടെ. മകളുടെ എല്ലാ അവസ്ഥയിലും ഈ കാലഘട്ടത്തിലെല്ലാം പരിശുദ്ധ അമ്മയോടുള്ള ശക്തമായ കമ്മ്യൂണിക്കേഷൻ, അമ്മയുടെ സാമീപ്യം മഴവില്ലിലൂടെയും സുഗന്ധാഭിഷേകത്തിലൂടെയും ഈ മകൾക്കുണ്ടായി. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ കൃത്യമായി പഠിപ്പിക്കുകയും കാണിച്ചു കൊടുക്കുകയും താൻ ആഗ്രഹിച്ചതിലപ്പുറം മകൾ പറയുന്നു, എനിക്ക് 2 പള്ളിയാണുള്ളത്, അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ദിവ്യബലി മുടക്കുന്നില്ല, എന്നെ ശക്തമായി ഉടമ്പടി പാലിക്കുവാൻ ഇന്ന് ഈ മകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഈശോയോടുള്ള ഒരു വിശ്വസ്തതയാണെന്ന് ഈ മകൾ ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിന് കാണിച്ച ഒരു വലിയ ചങ്കൂറ്റമാണ് അന്യഭാഷ പറയുന്ന ഒരു നാട്ടിൽ. അതും പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ പത്രം കൊടുക്കുവാനും അവിടെയുള്ള മക്കൾക്ക് തൈലം പൂശി ധൈര്യം പകർന്ന് പ്രാർത്ഥിക്കുവാനുമൊക്കെയുള്ളൊരു മനോധൈര്യം ഒരു ഉടമ്പടിയിലൂടെ ജീവിക്കുന്ന ആൾക്ക് മാത്രം ലഭിക്കുന്ന അഭിഷേകമാണ്. തനിക്ക് ലഭിച്ച കൃപയും അഭിഷേകവും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ക്രിസ്തു ധൈര്യം, ക്രിസ്തുവായി ജീവിക്കാനുള്ള മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാനുള്ള ഒരു കൃപയാണ് ഇന്ന് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത്. മകൾ തന്നെ പരിശുദ്ധ അമ്മയെ പോലെ ഏറ്റുപറയുകയാണ്, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന്. തൻ്റെ താഴ്മയെ അവിടുന്ന് തൃക്കൺ പാർത്തു എന്നാണ് പരിശുദ്ധ അമ്മ സ്തോത്രഗീതത്തിൽ പാടുന്നത്. ഇന്ന് ഷെറിനെ ഏറ്റുപാടാനുള്ളത് അത് മാത്രമാണ്. ഞാനൊന്നുമല്ല, പക്ഷേ എന്നെ ദൈവം എവിടെയോ വളരെ ഉയർന്ന മലയിൽ എന്നെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് മകൾക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നുണ്ട്. 10% ചാരിറ്റി ഞാൻ കൃത്യമായും മറ്റുള്ളവർക്കായി കൊടുക്കും. എൻ്റെ 6 മാസത്തെ ഈ ഒരു ശമ്പളത്തിൽ നിന്ന് ഞാൻ കൃത്യമായി ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും ഞാൻ കൊടുക്കുന്നു എന്ന് ഏറ്റുപറയാൻ ഇന്ന് ഈ മകൾക്ക് സാധിക്കുന്നത് ഉടമ്പടി കൃത്യമായി പാലിക്കുന്നതുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ജോസഫസിൻ്റെ എല്ലാ ധ്യാനങ്ങളും അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ്, കുംഭസാരം, ഇങ്ങനെ കൃത്യമായി നിബന്ധനകൾ പാലിക്കാനും ഇന്ന് ഈ മകൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അമ്മമാരും സാധാരണഗതിയിൽ മാതാപിതാക്കൾ വന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസാണ്, എൻ്റെ മക്കൾ പുറത്താണ്, അവർക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള ഒരു വലിയ ഉദാഹരണമാണ് ഇന്ന് ഷെറിൻ. താൻ തന്നെ ഏറ്റുപറയുകയാണ്, അതെല്ലാം UK അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികളിലും UK യിലും US ലും പള്ളികളുടെ യാതൊരു കുറവുമില്ല, നമ്മുടെ ഒരു ആത്മാർത്ഥതയുടെ കുറവ് മാത്രമാണെന്ന് ഈ മകൾക്ക് നേരിട്ട് പറയാനായിട്ട് സാധിക്കും. നമുക്കെപ്പോഴും ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. ഈശോ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. ഷെറിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.